ഷെർപ്പാസ്. ആരാണ് ഈ ഷെർപ്പകൾ? നമുക്കധികം പരിചിതമല്ലാത്ത ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം. ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു മനുഷ്യനും ഒരു ഷെർപ്പയുടെ സഹായമില്ലാതെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടില്ല. ഹിമാലയവും ഷെർപ്പകളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഷെർപ്പകൾ എങ്ങനെയാണ് പർവ്വതാരോഹകരെ എവറസ്റ്റിൽ എത്തിക്കുന്നത്? പർവ്വതാരോഹകർക്ക് എന്തെല്ലാം സഹായമാണ് ഷെർപ്പകൾ ചെയ്തു കൊടുക്കുന്നത്? ഇവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏത് നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന പ്രവചനാതീതമായ കാലാവസ്ഥ, നിരന്തരമായുള്ള ഹിമപാതം, ശ്വസിക്കാൻ പ്രാണവായു പോലുമില്ലാത്ത അന്തരീക്ഷം, -70 വരെ താഴ്ന്നു നിൽക്കുന്ന താപനില. ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ തങ്ങൾക്കൊപ്പം വരുന്ന പർവ്വതാരോഹകരുടെ കാവൽക്കാരായി ചുമലിൽ 30 മുതൽ 40 കിലോ വരെ ഭാരം വഹിച്ച് ചെങ്കുത്തായ കൊടുമുടി കയറാൻ അസാമാന്യമായ മനക്കരുത്തും ശാരീരിക ക്ഷമതയും അത്യാവശ്യമാണ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു ഷെർപ്പ. ടിബറ്റിലെ ഒരു ഗോത്രവർഗമാണ് ഷെർപ്പകൾ. അവരുടെ ഭാഷയിൽ ഷെർപ്പ എന്ന വാക്കിനർത്ഥം കിഴക്ക് നിന്നുള്ള മനുഷ്യർ എന്നാണ്. ടിബറ്റിലെ ടിങ്കിരി എന്ന സ്ഥലമാണ് ഇവരുടെ പ്രദേശം. നേപ്പാളിലെ ഖുംപു എന്ന പ്രദേശത്തേക്ക് 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലും ചില മതപരമായ പ്രശ്നങ്ങളാൽ ടിബറ്റിൽ നിന്നും അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. നിലവിൽ ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യയിലെ ഡാർജിലിംഗ്, സിക്കിം എന്നീ പ്രദേശങ്ങളിൽ ഇവർ വസിച്ചു വരുന്നു. ബുദ്ധമത വിശ്വാസികളായ ഇവർക്ക് സ്വന്തമായൊരു ഭാഷയുണ്ട്. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും പർവ്വതാരോഹണവുമാണ്. നേപ്പാളിലെ ടൂറിസവും ഇവരുടെ ഒരു വരുമാന മാർഗമാണ്. ഉയർന്ന ശേഷിയുള്ള ശ്വാസകോശമാണ് ഷെർപ്പകളുടെ ശാരീരിക പ്രത്യേകത. ഭൂമിയിൽ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് 65% കുറവ് ഓക്സിജൻ ഉള്ളതും ഉയർന്ന അന്തരീക്ഷമർദ്ദവുമുള്ള 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിൽ അധികം കൃത്രിമ ഓക്സിജന്റെ സഹായമില്ലാതെ എത്തിച്ചേരാൻ ഷെർപ്പകളെ സഹായിക്കുന്നത് ശരീരത്തിന്റെ ഈ പ്രത്യേകതയാണ്. നൂറ്റാണ്ടുകളായി ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള പ്രദേശങ്ങളിലെ ഇവരുടെ താമസമാണ് ശരീരത്തിലെ ഈ സ്വാഭാവിക മാറ്റത്തിന് കാരണം. ഷെർപ്പകൾ പർവ്വതാരോഹകരോടൊപ്പം കൂടിയാൽ ഒരു യാത്ര ഏകദേശം 2 മാസം വരെ നീണ്ടു നിന്നേക്കാം. പർവ്വതാരോഹകർ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് നേപ്പാളിലെ ഖുംപു ഐസ്വാൾ വഴിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 17,600 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലെ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി അവിടെ നിന്നും പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ ലുക്ലയിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും കാൽനടയായാണ് ബേസ് ക്യാമ്പിൽ എത്തുന്നത്. ലുക്ലയിൽ നിന്നും ബേസ് ക്യാമ്പ് വരെ 65 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം എത്താൻ 7 മുതൽ 8 ദിവസം വരെ എടുത്തേക്കാം. അതിമനോഹരമാണ് അവിടുത്തെ പ്രകൃതി ഭംഗി. ബേസ് ക്യാമ്പിൽ വച്ചാണ് പർവ്വതാരോഹകർ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഷെർപ്പകളുമായി കരാറിലെത്തുന്നത്. ഇവർ തമ്മിൽ ചിലപ്പോഴൊക്കെ വിലപേശലുകൾ നടക്കാറുണ്ട്. സാധാരണഗതിയിൽ ഒരു ഷെർപ്പയ്ക്ക് ഏകദേശം 5 ലക്ഷം രൂപയോളം ലഭിക്കാറുണ്ട്. ഇതല്പം കൂടുതലായി നമുക്ക് തോന്നുമെങ്കിലും അവരുടെ ജീവന്റെ വിലയായാണ് ഈ തുക കണക്കാക്കപ്പെടുന്നത്. പ്രതിഫലം തീർപ്പാക്കി കഴിഞ്ഞാൽ ബേസ് ക്യാമ്പിൽ വെച്ച് തന്നെ ഷെർപ്പകൾക്ക് ഈ തുക കൈമാറണം. ഈ ജോലി അധികം നാൾ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ തുക വിനിയോഗിക്കുന്നവരാണ് ഭൂരിഭാഗം ഷെർപ്പകളും. ഒരു സംഘത്തിലെ പർവ്വതാരോഹകരുടെ എണ്ണത്തിനനുസരിച്ചാണ് സംഘത്തിന്റെ കൂടെ പോകുന്ന ഷെർപ്പകളുടെ എണ്ണവും നിശ്ചയിക്കുന്നത്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെ സംഘത്തിൽ 350ഓളം ഷെർപ്പകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ടെൻസിംഗ് നോർഗെ എന്ന ഷെർപ്പ. ന്യൂസിലാൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും നേപ്പാളിലെ ഷെർപ്പയായ ടെൻസിംഗ് നോർഗെയുമാണ് 1953 മെയ് 29 സമുദ്രനിരപ്പിൽ നിന്നും 8848 മീറ്റർ ഉയരമുള്ള ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മനുഷ്യർ.
പർവ്വതാരോഹകർക്ക് അതിനായി യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വഴിയിലുടനീളം ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ ഷെർപ്പകൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തങ്ങളുടെ ജോലി ആരംഭിക്കുന്നു. പോകേണ്ട വഴി നിശ്ചയിച്ചതിന് ശേഷം ചെങ്കുത്തായ ഇടങ്ങളിൽ ഏണികൾ സ്ഥാപിക്കുകയും ഐസ് പാളികളിലെ വലിയ വിള്ളലുകൾ മറികടക്കുന്നതിനു വേണ്ടി വലിയ ഏണികൾ കൊണ്ട് പാലം തീർക്കുന്നു. ബേസ് ക്യാമ്പിനും എവറസ്റ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്തിനുമിടയിൽ 4 ക്യാമ്പുകളാണ് സ്ഥിതി ചെയ്യുന്നത്. യാത്രയുടെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പർവ്വതാരോഹകരും ഷെർപ്പകളും വിശ്രമിക്കുന്നത് ഈ ക്യാമ്പുകളിലാണ്. ബേസ് ക്യാമ്പുകളിൽ നിന്നും ഈ 4 ഇടങ്ങളിൽ ടെന്റുകൾ കെട്ടുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഓരോരോ ഇടങ്ങളിൽ എത്തിക്കുകയും ടെന്റുകൾ നിർമ്മിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ സാധനങ്ങൾ ഓരോ ക്യാമ്പുകളിൽ എത്തിക്കുകയും വേണം. പർവ്വതാരോഹകർക്ക് ആവശ്യമായ സ്ലീപ്പിംഗ് ബാഗുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ആഹാര സാധനങ്ങൾ, അതിനെല്ലാം പുറമെ 3000-ലധികം മീറ്റർ കയർ, ഏണികൾ എന്നിവയെല്ലാം ക്യാമ്പുകളിൽ എത്തിക്കേണ്ടതാണ്. ഇതിനായി ഷെർപ്പകൾക്ക് പലതവണ ഈ വലിയ പർവ്വതം കയറിയിറങ്ങേണ്ടി വരുന്നു. ഇതിന് അവരെ സഹായിക്കുന്നത് അവരുടെ ശാരീരിക പ്രത്യേകതയാണ്. കാരണം ഷെർപ്പ ഗോത്രത്തിൽപ്പെട്ടവർ ചെങ്കുത്തായ മലയിടുക്കുകളിലാണ് താമസമെന്നതിനാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചെങ്കുത്തായ മലയിടുക്കുകളിലൂടെ പലതവണ കയറിയിറങ്ങേണ്ടി വരുന്നു. ഇതായിരിക്കാം അവരുടെ ശാരീരിക പ്രത്യേകതയ്ക്ക് കാരണം. 4ാമത്തെയും അവസാനത്തെയും ക്യാമ്പ് സജ്ജീകരിക്കലാണ് ഷെർപ്പകൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ക്യാമ്പ് സജ്ജീകരിക്കേണ്ടത് സമുദ്രനിരപ്പിൽ നിന്നും 8000 മീറ്ററോളം ഉയരത്തിലായതിനാൽ അവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ഈ അപകടാവസ്ഥ ഉള്ളതിനാൽ ഈ ഭാഗം അറിയപ്പെടുന്നത് ഡെത്ത് സോൺ എന്നാണ്. പർവ്വതാരോഹണത്തിനിടയിൽ പർവ്വതാരോഹകർ ഈ ഭാഗം കടന്നു പോകാനാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ടെന്റുകളും ഏണികളും സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ ഷെർപ്പകൾ വഴിയിലുടനീളം കയറുകളും സ്ഥാപിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഷെർപ്പകൾ പർവ്വതാരോഹകർക്ക് ട്രയൽ ക്ലൈംബിംഗും നടത്തേണ്ടതുണ്ട്. പർവ്വതാരോഹകർ എവറസ്റ്റിന്റെ ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുൻപായി ഏകദേശം എവറസ്റ്റിന്റെ പകുതി ദൂരം മല കയറി പരിശീലിക്കുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ വേണ്ടിയാണ് ഈ വിധം പരിശീലനം നടത്തുന്നത്. ഈ പരിശീലന മലകയറ്റത്തിനും കൃത്യമായ മാർഗരേഖകൾ ഉണ്ട്. പരിശീലനത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നത് ബേസ് ക്യാമ്പിൽ നിന്നാണ്. അതായത് കുംഭു ഐസ്വാൾ വഴി മലകയറി 6050 മീറ്റർ ഉയരത്തിലുള്ള ആദ്യ ക്യാമ്പിൽ എത്തുന്നു. എന്നിട്ട് ഷെർപ്പകൾ മുന്നേ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാമ്പുകളിൽ പർവ്വതാരോഹകർ വിശ്രമിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം തന്നെ 6450 മീറ്റർ ഉയരത്തിലുള്ള 2ാമത്തെ ക്യാമ്പിൽ എത്തുന്നു. പരിശീലനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കുന്നു. ഇതിലൂടെ മഞ്ഞുമലകൾ കയറുന്നതിനുള്ള പരിശീലനത്തോടൊപ്പം വ്യത്യസ്തമായ ആൾട്ടിറ്റ്യൂഡിൽ ശരീരത്തിനെ പൊരുത്തപ്പെടാനും സഹായിക്കുന്നു. ബേസ് ക്യാമ്പിലെ 2-3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം പരിശീലനത്തിന്റെ 2ാം ഘട്ടത്തിനായി പരിശീലകർ തയ്യാറെടുക്കുന്നു. ഈ ഘട്ടത്തിൽ പല തവണകളായി 7100 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 3-ൽ എത്തുന്നു. സംഘത്തിന് ക്യാമ്പ് 3-ലെ കഠിനമായ അന്തരീക്ഷത്തോട് ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞാൽ അവിടെ നിന്നും ക്യാമ്പ് 4-ലേക്കും അതിനെ തുടർന്ന് എവറസ്റ്റിന്റെ ഉത്തംഗ ശൃംഗത്തിലേക്കുള്ള യാത്രയിൽ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ പർവ്വതാരോഹകർക്ക് കഴിഞ്ഞേക്കും. ഉയരങ്ങളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നതിനാൽ ശരീരം അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നാൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് കാണിക്കാൻ തുടങ്ങും. ഈ അവസ്ഥയിൽ തുടർന്ന് മുന്നോട്ടു പോകാൻ കഴിയാതെ വരികയും മാത്രമല്ല ഫിസിക്കൽ കണ്ടീഷൻ കൂടുതൽ മോശമാവുകയും ഇത് മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുന്നു. ഈ അവസ്ഥ ഒഴിവാക്കാനാണ് ഇത്തരം പരിശീലന മലകയറ്റങ്ങൾ നടത്തുന്നത്. ക്യാമ്പ് 3-ലെത്തിയ സംഘാംഗങ്ങൾ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് തന്നെ മടങ്ങുന്നു. ഇങ്ങനെ പരിശീലനത്തിന്റെ എല്ലാ ഘട്ടവും പൂർത്തിയാക്കുന്നു. പിന്നീട് ഓരോ പർവ്വതാരോഹകനും എവറസ്റ്റ് സബ്മിറ്റിൽ എത്താനുള്ള പ്രധാന മലകയറ്റത്തിനായി മനസ്സും ശരീരവും ഒരുക്കുന്നു. മലനിരകളിലെ കാലാവസ്ഥ അനുകൂലമായാൽ പ്രധാന മലകയറ്റത്തിനുള്ള ദിവസം നിശ്ചയിക്കുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഷെർപ്പകൾ തങ്ങളുടെ യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ അവരുടെ ദൈവങ്ങൾക്ക് ബേസ് ക്യാമ്പിൽ വെച്ച് പ്രത്യേക പൂജകൾ നടത്തുന്നു. യാത്ര തുടങ്ങുന്ന ദിവസം പർവ്വതാരോഹകർ എല്ലാവരും ബേസ് ക്യാമ്പിൽ നിന്നും പുലർച്ചെ 4 മണിക്ക് പുറപ്പെടുന്നു.
ഇരുട്ടിൽ ഹെഡ്ലൈറ്റിലായിരിക്കും യാത്ര തുടങ്ങുന്നത്. ഇതിന് കാരണമുണ്ട്. സംഘാംഗങ്ങൾക്ക് ആദ്യം കടന്നു പോകേണ്ടത് സ്ഥിരമായി ഹിമപാതം സംഭവിക്കുന്ന ഖുംഫു ഐസ്വാൾ മേഖലയിലൂടെയാണ് എന്നുള്ളതുകൊണ്ടാണ്. പകൽ സമയത്ത് സൂര്യന്റെ ചൂടുള്ളപ്പോഴാണ് ഹിമപാതം കൂടുതലായും സംഭവിക്കുന്നത്. രാത്രിയിൽ അതിനുള്ള സാധ്യത കുറവായതിനാലാണ് യാത്ര അതിരാവിലെ ആരംഭിക്കുന്നത്. ഇങ്ങനെയായാൽ സൂര്യപ്രകാശം ശക്തിയായി അടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് മലമുകളിലെ ക്യാമ്പിൽ എത്തിച്ചേരാൻ കഴിയും. പരിശീലന സമയത്തും ഈ രീതി തന്നെയാണ് അവർ തുടർന്നു പോരുന്നത്. ആദ്യ ദിവസം ബേസ് ക്യാമ്പിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അവസാനിക്കുന്നത് 6450 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 2-ലാണ്. എപ്പോഴും സ്ഥാനചലനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഞ്ഞുപാളികളിലൂടെയുള്ള ഈ യാത്ര ഏറ്റവും കഠിനവും അപകടകരവുമാണ്. അന്ന് രാത്രിയിലും അടുത്ത ദിവസവും സംഘം ക്യാമ്പ് 2-ൽ തങ്ങുന്നു. 3-ാം ദിവസവും രാവിലെ സംഘം വീണ്ടും യാത്ര ആരംഭിക്കുന്നു. ഏതാണ്ട് ഉച്ചയോടെ ക്യാമ്പ് 3-ൽ എത്തിച്ചേരുന്നു. ഉയരത്തിലേക്ക് പോകുന്തോറും യാത്ര അതികഠിനമാകുന്നു. ക്യാമ്പിൽ 3-ലെത്തുമ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 7100 മീറ്റർ ഉയരത്തിലായിരിക്കും സംഘം. ഈ ടെന്റുകളിലെല്ലാം പർവ്വതാരോഹകർക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും ഷെർപ്പകൾ ഒരുക്കിയിട്ടുണ്ടാകും. ഷെർപ്പ സംഘത്തിലെ പാചകക്കാരാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. വെള്ളമൊഴിച്ചുള്ള എല്ലാ സാധനങ്ങളും ഷെർപ്പകൾ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇവിടെ നിന്നുള്ള ഐസ് ഉരുക്കിയാണ് വെള്ളം കണ്ടെത്തുന്നത്. അടുത്ത ദിവസം രാവിലെ യാത്രയുടെ 3-ാം ഘട്ടം ആരംഭിക്കുന്നു. ഇത് 7950 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 4-ലേക്കുള്ള യാത്രയാണ്. ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡെത്ത് സോൺ. ഈ യാത്രയിൽ പലർക്കും ഓക്സിജൻ ആവശ്യമായി വരുന്നു. ക്യാമ്പ് 4-ലേക്കുള്ള യാത്ര സംഘാംഗങ്ങളിൽ പലർക്കും വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. വൈകുന്നേരത്തോടെ ആയിരിക്കും സംഘാംഗങ്ങൾ ക്യാമ്പ് 4-ൽ എത്തിച്ചേരുന്നത്. ഇവിടെ എത്തുന്നതോടെ പലർക്കും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായിരിക്കും. ഇതുപോലെ തന്നെ ഇവരെ സഹായിക്കുന്ന ഷെർപ്പകൾക്കും ഇത് അതികഠിനമായിരിക്കും. രാത്രി 10 മണിയോടുകൂടി എവറസ്റ്റ് സബ്മിറ്റിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ചെങ്കുത്തായ കയറ്റമാണ് ഉള്ളത്. ദൗത്യത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഭാഗമാണ് ഈ പ്രദേശം. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ചെങ്കുത്തായ മലകളും അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ കുറവും ഈ യാത്രയെ കൂടുതൽ കഠിനമാക്കുന്നു. പർവ്വതങ്ങളുടെ 2 മുഖങ്ങൾക്കിടയിലെ ഇടുങ്ങിയ ചെരുവിലൂടെ വേണം മല കയറാൻ. എല്ലാവരും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ ആയിരിക്കും മല കയറുന്നത്. 4-ാമത്തെ ക്യാമ്പ് മുതൽ എവറസ്റ്റിന്റെ മുകൾ തട്ട് വരെ 898 മീറ്റർ ദൂരമുണ്ട്. ഈ ദൂരം താണ്ടാൻ 10 മുതൽ 12 മണിക്കൂർ വരെ സമയമെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ യാത്രയുടെ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാം. രാത്രി മുഴുവനുള്ള യാത്രക്കിടയിൽ 8400 മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പ്ലാറ്റ്ഫോം പോലെയുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഈ ഭാഗം ബാൽക്കണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാമ്പ് 4-ൽ നിന്നും സബ്മിറ്റിലേക്കുള്ള ചെങ്കുത്തായ യാത്രയിൽ ഇവിടം മാത്രമാണ് കുറച്ച് പരന്ന സ്ഥലം ഉള്ളത്. അതിനാലാണ് ഈ പ്രദേശം ബാൽക്കണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ സംഘാംഗങ്ങൾ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷമാണ് മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞാൽ 8790 മീറ്റർ ഉയരത്തിൽ ഒരു പ്രതിബന്ധമുണ്ട്. ഈ ഭാഗത്തിന് ഹിലാരി സ്റ്റെപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. മുകളിലേക്കുള്ള യാത്രയിൽ ഏറ്റവും കഠിനം ഈ ഭാഗം താണ്ടുക എന്നതാണ്. 2 ഭാഗങ്ങളിലും അഗാധമായ ഗർത്തങ്ങളാണ്. കാലൊന്ന് തെറ്റിയാൽ 3000 മീറ്റർ താഴ്ചയിലേക്ക് ആയിരിക്കും പതിക്കുക. ഷെർപ്പകൾ ഈ ഭാഗത്തെത്തിയാൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കും. രാവിലെ 9 മണിയോടെ സംഘം എവറസ്റ്റിന് മുകളിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഓരോ പർവ്വതാരോഹകരും തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരുന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. അവരുടെ മാസങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതിഫലം. സംഘത്തിലെ ഷെർപ്പകളിൽ പലരും 10ഉം 15ഉം തവണ എവറസ്റ്റ് കയറിയവരും കൂട്ടത്തിൽ ആദ്യമായി കയറുന്ന ഷെർപ്പകളും ഉണ്ടായിരിക്കും. എവറസ്റ്റിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വല്ലാത്തൊരു അനുഭവമാണ്. 15 മുതൽ 20 മിനിറ്റ് വരെ അവിടെ ചെലവഴിച്ച ശേഷം ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ, അതായത് ലോകത്തിന്റെ തന്നെ നെറുകയിൽ എത്തിയെന്നുള്ള സംതൃപ്തിയിൽ സംഘം തിരികെ മലയിറങ്ങാൻ തുടങ്ങുന്നു. ഏകദേശം ഉച്ചയോടെ അവർ ക്യാമ്പ് 4-ൽ എത്തുകയും അവിടെ കുറച്ചുനേരം വിശ്രമത്തിന് ശേഷം ഡെത്ത് സോൺ എന്നറിയപ്പെടുന്ന ക്യാമ്പ് 4-ൽ നിന്നും ക്യാമ്പ് 3-ലേക്കോ ക്യാമ്പ് 2-ലേക്കോ എത്തിച്ചേരുന്നു. ഒരു രാത്രി അവിടെ വിശ്രമിച്ച ശേഷം അവർ ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുന്നു. ഇതോടെ ഈ സാഹസിക യാത്ര
അവസാനിക്കുന്നു. എന്നാലും ഷെർപ്പകളുടെ ജോലി ഇവിടെ അവസാനിക്കുന്നില്ല. ബേസ് ക്യാമ്പ് മുതൽ സബ്മിറ്റ് വരെ സജ്ജീകരിച്ച സംവിധാനങ്ങൾ നീക്കം ചെയ്ത് ആ സാധനങ്ങളെല്ലാം തിരിച്ച് ബേസ് ക്യാമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. മഞ്ഞുമലകളെ മാലിന്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വസ്തുവും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് നിയമം. ഷെർപ്പകൾ ഈ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ട്. കാരണം ഇവർക്കത് കാഴ്ചവസ്തുക്കൾ മാത്രമല്ല, അവർക്കത് അവരുടെ ജീവിതം തന്നെയാണ്. സത്യത്തിൽ ഒരു പർവ്വതാരോഹകനെ ഒരു തവണ എവറസ്റ്റിന്റെ നെറുകയിലെത്തിക്കാൻ ഈ ഷെർപ്പകൾ എത്ര തവണയാണ് ഈ ചെങ്കുത്തായ മലനിരകൾ കയറി ഇറങ്ങുന്നത് എന്ന സത്യം അവിശ്വസനീയമാണ്. സാധനങ്ങളെല്ലാം ബേസ് ക്യാമ്പിൽ എത്തിച്ച ശേഷം തങ്ങളുടെ കടമകളെല്ലാം പൂർത്തിയാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് കൈനിറയെ പണവുമായി ഷെർപ്പകൾ മടങ്ങുന്നു. മല കയറാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് യാതൊരു വിവരവും അവരുടെ ബന്ധുക്കൾക്ക് ലഭിക്കുവാൻ യാതൊരു മാർഗവുമില്ല. അവർ തിരികെ വരുന്നതുവരെ കാത്തിരിക്കുക എന്ന് മാത്രമേ സാധിക്കുള്ളൂ. ചില അവസരങ്ങളിൽ വീട്ടുകാരെ കാത്തിരിക്കുന്നത് ദുഃഖമേറിയ വാർത്തയായിരിക്കാം എന്നുള്ളതാണ് ഷെർപ്പകളുടെ ജീവിതത്തിലെ പ്രവചനാതീതമായ അവസ്ഥ. ഈ സാഹസിക യാത്രക്കിടയിൽ പല ഷെർപ്പകൾക്കും അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാറുണ്ട്. എന്നിരുന്നാലും പർവ്വതാരോഹണം അവരുടെ സംസ്കാരത്തിന്റെയും ഉപജീവനത്തിന്റെയും ഭാഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.